കഴിവും സമയവും അത് തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. UGC നെറ്റിന്റെ പേപ്പർ 1 നിങ്ങൾക്കറിയാം മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത 2 ഏരിയകളാണുള്ളത് അല്ലെ, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങും അതേപോലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. അപ്പം ആ ഒരു ഏരിയ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് നല്ലതായിട്ട് മാർക്ക് സ്കോർ ചെയ്യും അല്ലെ. കുറച്ചു പേർക്കൊക്കെ മാത്സ് പാടായിരിക്കും അല്ലെ. എന്നാലും DI ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന് കറക്റ്റായിട്ട് ഏതൊക്കെ ടോപ്പിക്കുകളും അതിൻ്റെ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ഡിസംബർ ബാച്ചിനേക്ക് മുമ്പായിട്ട് നമ്മളുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഒക്കെ ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കി മാക്സിമം മോക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം JRF കൂടി തന്നെ നെറ്റ് പാസ് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങിലെ ഒരു ടൈം ആൻഡ് വർക്ക് എന്നുള്ള ഏരിയയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A is twice as good workman as B. Together they finish the work in 14 days. In how many days can it be done by A alone? ഇവിടെ എന്താ, എഫിഷ്യൻസിയും ടൈമും തമ്മിലൊരു റിലേഷൻ ആണ്. ആലോചിച്ച് നോക്കി, എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ, ഒരാളുടെ ഒരു ദിവസം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ദിവസം യൂണിറ്റ് വർക്ക് ചെയ്യാനുള്ള അയാളുടെ ഒരു കഴിവിനെയാണ്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ അയാൾ ചെയ്യുന്ന വർക്കിനെയാണ് എഫിഷ്യൻസി കൊണ്ട്, അതായത് അയാളുടെ കഴിവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കഴിവും സമയവും അത് തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ്? എഫിഷ്യൻസിയും ടൈമും തമ്മിലുള്ള റിലേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ. അതായത് ഒരാളുടെ കഴിവ് കൂടുന്നതിനനുസരിച്ച് അയാൾക്ക് സമയം കുറവും മതി ആ ഒരു ജോലി ചെയ്യാനായിട്ട് അല്ലെ. ഇനി കഴിവ് കുറവാണെങ്കിലോ ആ ഒരു ജോലി ചെയ്യാനായിട്ട് സമയം കൂടുതൽ വേണം അല്ലെ. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് ടൈമിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആയിരിക്കും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങനെ എഴുതാം, E1 T1 ഈക്വൽ ടു E2 T2. ക്ലിയർ ആണോ? ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അതായത് ഒരു സെയിം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം എഫിഷ്യൻസി കൂടുവാണെങ്കിൽ അയാൾക്ക് സമയം കുറവ് മതി അല്ലെ. അതേ വർക്ക് തന്നെ ചെയ്യാൻ ഇപ്പൊ എഫിഷ്യൻസി കുറഞ്ഞ ഒരാളാണ് വരുന്നതെങ്കിൽ അയാൾക്ക് സമയം കൂടുതൽ വേണം അല്ലെ. അപ്പൊ എഫിഷ്യൻസിയും, അതായത് ഒരാളുടെ കഴിവ്, അതായത് യൂണിറ്റ് വർക്ക്, അതായത് ഇപ്പം 5 ദിവസം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്യാനുള്ള അയാളുടെ എത്ര വർക്ക് ചെയ്യുന്നു അതിനെയാണ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു, A is twice as good workman as B. എന്ന് വെച്ചാൽ എന്താ, കഴിവിനെയാണ് പറയുന്നത്. B യെ കട്ടില് 2 ഇരട്ടി കഴിവുള്ള ആളാണ് A അല്ലെ. സോ എയുടെയും ബിയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? B യുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ എയുടേത് 2 ആണെന്ന്, അങ്ങനല്ലേ പറയുന്നത്, 2:1 ആണെന്ന് അല്ലെ. ടുഗദർ ദേ ഫിനിഷ് ദ വർക്ക് ഇൻ 14 days. ഓക്കെ, എയുടെ എഫിഷ്യൻസി 2 ആണ്, ബിയുടെ എഫിഷ്യൻസി 1 ആണ്. എങ്കിൽ എ ആൻഡ് ബിയുടെ എഫിഷ്യൻസി എന്തായിരിക്കും? അതായത് എക്ക് ഒരു ദിവസം 2 വർക്ക് ചെയ്യാം, ബിക്ക് ഒരു ദിവസം 1 വർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ എത്ര വർക്ക് ചെയ്യും? 2 + 1 3 വർക്ക് ചെയ്യും അല്ലെ. എയുടെയും ബിയുടെയും എഫിഷ്യൻസി 3 ആണ്. അപ്പൊ ആ 3 എഫിഷ്യൻസി ഉള്ള എ ആൻഡ് ബിക്ക് എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യാമെന്നാ പറയുന്നത്? 14 days കൊണ്ട് തീർക്കാം. മനസ്സിലായോ? 3 എഫിഷ്യൻസി ഉള്ള എ ആൻഡ് ബിക്ക് 14 days കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കാം. അങ്ങനാണെങ്കിൽ ചോദ്യം, ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ഇറ്റ് ബി ഡൺ ബൈ എ അലോൺ? എ ഒറ്റയ്ക്ക്, അതായത് 2 എഫിഷ്യൻസി ഉള്ള എ ഒറ്റയ്ക്ക് അത് എത്ര ദിവസം കൊണ്ട് ചെയ്യാം? ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷൻ, അല്ലാതെ നമ്മളിപ്പം ഈ 3 പേനയ്ക്ക് 14 ആണെങ്കിൽ 2 പേനയ്ക്ക് എത്ര എന്നുള്ള രീതി അല്ല, അത് ശ്രദ്ധിച്ചോണം. അപ്പൊ എങ്ങനെ, ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഇങ്ങനെ ഇട്ടാൽ മതി, E1 T1 ഈക്വൽ ടു E2 T2. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വരുന്ന റിലേഷൻ ആണിത്. E1 T1 അതായത് എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് ടൈമിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആണ് അല്ലെ. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് അല്ലെ. സോ അപ്പൊ എന്താ ചെയ്യാം, 3 എഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് 14 days കൊണ്ട് ചെയ്യാമെങ്കിൽ 2 എഫിഷ്യൻസി ഉള്ള എക്ക് എത്ര സമയം എടുക്കുന്നു? അത് സോൾവ് ചെയ്താൽ പോരായോ? സോ ഇവിടെ T2 വിൽ ബി ഈക്വൽ ടു 3 × 14/2. ഇവിടെ 2 ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ 7 ആയി. 7 × 3 21 days. ക്ലിയർ ആണോ? ഓപ്ഷൻ എ 21. അപ്പൊ എഫിഷ്യൻസി കിട്ടിക്കഴിഞ്ഞാൽ ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എഫിഷ്യൻസിയുടെ റേഷ്യോ ഇവിടെ 2:1 ആണ്,
എ ആൻഡ് ബി ചെയ്യുന്നത് കൊണ്ട് 3 വന്നു. 3 എഫിഷ്യൻസി ഉള്ള ഒരാൾ 14 ഡേയ്സ് കൊണ്ട് ചെയ്താൽ ഇപ്പം എ ചോദിച്ചുകൊണ്ടാ 2 എഫിഷ്യൻസി ഉള്ള ഒരാൾ. ബി ആയിരുന്നു ചോദിച്ചെങ്കിൽ നമ്മൾ പറയണം 3 എഫിഷ്യൻസി ഉള്ള ഒരാൾ 14 ഡേയ്സ് കൊണ്ട് ചെയ്താൽ 1 എഫിഷ്യൻസി ഉള്ള ബി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ 3 × 14/1 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതേപോലത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ. എ ഈസ് ത്രൈസ് ആസ് ഗുഡ് വർക്ക്മാൻ ആസ് ബി. ടുഗദർ ദേ ഫിനിഷ് ദ വർക്ക് ഇൻ 24 days. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ഇറ്റ് ബി ഡൺ ബൈ എ അലോൺ? എന്താണ് എയുടെയും ബിയുടെയും എഫിഷ്യൻസി എത്ര വരും? ഇവിടെ 1 ആണെങ്കിൽ ഇത് 3 വരും അല്ലെ. 3:1 ആണ് എഫിഷ്യൻസി. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 + 1 4 ആണ്. 4 എഫിഷ്യൻസി ഉള്ള എ ആൻഡ് ബിക്ക് എത്ര ദിവസം വേണം? 24 ഡേയ്സ് വേണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് അല്ലെ. ടുഗദർ ദേ ഫിനിഷ് ദ വർക്ക് ഇൻ 24 days. അതായത് 4 എഫിഷ്യൻസി ഉള്ള എക്കും ബിക്കും 24 ഡേയ്സ് കൊണ്ട് ഒരു ജോലി ചെയ്യാമെങ്കിൽ എ അലോൺ അല്ലെ, എ ഒറ്റയ്ക്ക്, അതായത് 3 എഫിഷ്യൻസി ഉള്ള എ ഒറ്റയ്ക്ക് എത്ര ദിവസം ചെയ്യുന്നു എന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? E1 T1 = E2 T2. അതായത് 4 എഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് 24 ഡേയ്സ് കൊണ്ട് ചെയ്യാമെങ്കിൽ 3 എഫിഷ്യൻസി ഉള്ള എക്ക് എത്ര ദിവസം എടുക്കുന്നു? സോൾവ് ചെയ്തേ. 4 × 24/3 അല്ലെ. ഈ 3 ഇങ്ങി വരത്തില്ലേ? മൾട്ടിപ്ലൈ ചെയ്യുന്ന 3 ഇവർക്ക് വരുമ്പോഴത്തേക്ക് ഡിവിഷൻ ആയി അല്ലെ. സോ T2 3 ഇവിടെ കട്ട് ചെയ്തു, 8 ആയി. 8 × 4 32. സോ T2 വിൽ ബി ഈക്വൽ ടു 32 ഡേയ്സ്. ക്ലിയർ ആണോ? ഓപ്ഷൻ എ 32. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിപ്പം നമ്മളിപ്പോൾ 2 പേര് ചെയ്ത് ഇവിടെ 3 പേരുടെ ക്വസ്റ്റ്യൻ ആയി. ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചു നോക്കിയേ. എ ടേക്ക് twice as much time as B and thrice as much time as C to accomplish a job. By working together, A, B, C can complete a job in 4 hours. Find the time taken by each of them separately to complete the job. നോക്കിയേ, A take twice as much time. ഇവിടെ സമയം എടുക്കുന്നു എന്നാ പറയുന്നത് അല്ലെ. നേരത്തെ പറഞ്ഞത് എഫിഷ്യൻസിയെ പറ്റിയാണ്, ഇവിടെ പറഞ്ഞത് സമയത്തിനെ പറ്റിയാണ്. അത് ശ്രദ്ധിക്കാം. ഓക്കെ, എ ബിയെക്കാട്ടിൽ 2 ഇരട്ടി സമയം എടുക്കുന്നു അല്ലെ. എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കുറവാ, ഇൻവേഴ്സ് ആണെന്നാ പറയുന്നത് അല്ലെ. സോ എ ബി സി, നമുക്ക് ആദ്യം ടൈമിന്റെ റേഷ്യോ എഴുതാം, അതിനുശേഷം എഫിഷ്യൻസിയുടെ റേഷ്യോ അതിൽ നിന്ന് ഇൻവേഴ്സ് ചെയ്താൽ മതി അല്ലെ. ഇപ്പൊ A:B ആണ് എഫിഷ്യൻസിയുടെ റേഷ്യോ എങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്ത് ചെയ്താൽ മതി? 1/A:1/B ചെയ്താൽ മതി അല്ലെ. 3 എണ്ണം ഉണ്ടെങ്കിൽ 1/C ചെയ്താൽ മതി അല്ലെ. ടൈമും അതുപോലെ ടൈമിന്റെ റേഷ്യോ കിട്ടുന്നെങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ എടുക്കാൻ അതിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ക്ലിയർ അല്ലേ? സോ ഇവിടെ നമുക്ക് പറയാം എ ടേക്ക് twice as much time as B എന്ന് പറഞ്ഞാൽ B 1 ആണെങ്കിൽ എ എത്രയാണ്? twice ആണ്. ഇനി പറയുന്നത് എന്താ? ആൻഡ് ത്രൈസ് എന്ന് പറയുമ്പോൾ ആരെ പറ്റിയാ തുടങ്ങുന്നത്? ഈ എയെ പറ്റിയാ പറയുന്നത്. ആൻഡ് എ ടേക്സ്, അത് അണ്ടർസ്റ്റുഡ് ആണ് അവിടെ. എ ടേക്സ് ത്രൈസ് ആസ് മച്ച് ടൈം ആസ് സി. സിയെ കാട്ടിൽ 3 ഇരട്ടി എടുക്കുന്നു. നമ്മൾ ഓൾറെഡി ഇവിടെ എ ചെയ്തതാ, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ പകുതി 2/3. ഇപ്പൊ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ 2/3 ആണെങ്കിൽ ഇതിന്റെ × 3 ചെയ്താൽ 2 കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ ഒരെണ്ണം എഴുതിയെങ്കിൽ തിരിച്ചാലോചിക്കുക. ത്രൈസ് ആന്ന് പറഞ്ഞു, അപ്പൊ തിരിച്ച് /3 ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് റേഷ്യോ. ഇനി ഫ്രാക്ഷൻ ഒന്ന് മാറ്റിയേ. ഇവിടെ എല്ലാം നമുക്ക് 3 കൊണ്ട് ചെയ്യാം. അപ്പൊ എന്താ? ഇവിടെയും × 3/3, ഇവിടെയും × 3/3. അപ്പൊ നമുക്ക് ടൈമിന്റെ റേഷ്യോ എന്ത് വന്നു? 6:3:2 അല്ലെ. താഴത്തെ ഡിനോമിനേറ്റർ കട്ടായി പോയല്ലോ. സോ ടൈമിന്റെ റേഷ്യോ എന്ത് വന്നു? 6:3:2. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്താ? 1/6:1/3:1/2 ആണ് അല്ലെ. നമുക്ക് ഇൻവേഴ്സ് കിട്ടി. ഇനി അതേപോലെ ഇവിടെ ടൈം തന്നേക്കുക. A,B,C can complete a job in 4 days. Find the time taken by each of them separately എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ എന്താ? നമുക്ക് എഫിഷ്യൻസി കാണാം. ഇതിന്റെ റേഷ്യോ ഒന്നെടുത്തേ. എത്ര? ഇനി ഇത് ഫ്രാക്ഷൻ മാറ്റിയേ. ഇവിടെ നമുക്ക് 6 ആക്കി, ഇവിടെ 2 2 അല്ലെ. ഒരേപോലത്തെ ഡിനോമിനേറ്റർ ആക്കിയാ പോരായോ? × 3/3 അല്ലെ. സോ 1:2:3 കിട്ടി എഫിഷ്യൻസിയുടെ റേഷ്യോ അല്ലെ. ആരുടെയാ? ഇത് എ, ഇത് ബി, ഇത് സി. ഇനി A + B + സിയുടെ എഫിഷ്യൻസി എന്തായിരിക്കും? അപ്പം 6 വരും അല്ലെ. ഇനി ചോദ്യം എന്താ പറയുന്നത്? 6 എഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് 4 hours എടുക്കും. അതായത് A, B and C ടുഗദർ, എയും ബിയും സിയും ഒരുമിച്ചതാ 6 എഫിഷ്യൻസി ആണ് അല്ലെ. 4 hours എടുക്കുമെങ്കിൽ ചോദ്യം ഓരോരുത്തരല്ലേ സെപ്പറേറ്റ്ലി. A 1 എഫിഷ്യൻസി ഉള്ള ഒരാൾ എത്ര എടുക്കും അല്ലെ? 6 × 4 24 എടുക്കും. ഇനി
2 എഫിഷ്യൻസി ഉള്ള ഒരാളാണെങ്കിലോ 6x4/2, അതായത് 12 days എടുക്കും. ഇനിയും 3 എഫിഷ്യൻസി ഉള്ള ഒരാളാണെങ്കിലോ 6x4/3, അല്ലെ 24/3, 8 hours എടുക്കും, അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ കൂടിയപ്പോ തന്നെ കുറച്ച് പേർക്കെങ്കിലും ഇത് മനസ്സിലായി കാണത്തുമില്ല, അല്ലെ. മനസ്സിലായവരും ഉണ്ട്, അങ്ങനല്ല പറഞ്ഞ്. എന്നാലും ഓക്കെ, ഇതനിയും നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്നും എടുക്കാം, ആ ഒരു രീതിയും കൂടെ പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കും കൂടെ പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനാ ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്ന രീതി പറഞ്ഞു. ഇനിയും ഓപ്ഷനിൽ നിന്ന് എങ്ങനെ എടുക്കാം എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴും നമ്മൾ ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ചോയ്സ് വരുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചെയ്ത സ്റ്റെപ്പ് ഒന്നും ആവശ്യമില്ല, അല്ലെ. നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് എടുക്കാം. നോക്കിയേ, ഇവിടെ പറയുന്നുണ്ടോ നമ്മളോട് സമയമാണ് ചോദിക്കുന്നത്, ഇവിടെയും പറയുന്ന സമയമാണ്. അത് മനസ്സിലായി. നേരത്തെ ക്വസ്റ്റ്യനിൽ എഫിഷ്യൻസി ഡയറക്റ്റ് തരുമായിരുന്നു, ഇവിടെ സമയമാണ് പറയുന്നത്. ഒന്ന് നോക്കിയേ, ഇവിടെ പറയുന്നത് എന്താ, ബിയുടെ സമയത്തിനെക്കാട്ടിൽ എയുടെ സമയം 2 ഇരട്ടി ആയിരിക്കും. ഇനി സിയുടെ സമയത്തിനെക്കാട്ടിൽ എയുടെ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ C1 ആണെങ്കിൽ ഇത് 3 ഇരട്ടി ആയിരിക്കും. അങ്ങനെ വരുന്ന ഓപ്ഷൻസ് നോക്കിയാൽ പോരായോ? അതായത് നോക്കിയേ, ദാണ്ടെ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു, ഇവിടെ 8. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ 8 ആണെങ്കിൽ ത്രൈസ് ആണോ എ വന്നേക്കുന്നേ? 24 കറക്റ്റ് ആണ്, കുഴപ്പമില്ല. ദെൻ ബിയുടെ അവിടെ 1, ബിയുടെ അവിടെ 12 ആണെങ്കിൽ ടോയ്സ് ആണോ വന്നേക്കുന്നേ? 24, അല്ലെ. അങ്ങനെ ഒരു ആൻസറേ ഉള്ളൂ, അല്ലെ. നമുക്ക് ബാക്കി ഇവിടെ നോക്കാം. ഇവിടെ C 24 ആണെങ്കിൽ ത്രൈസ് ആണോ? അല്ല. ഇവിടെ ബി 8 ആണെങ്കിൽ ടോയ്സ് ആണോ? അല്ല, അല്ലെ. നോക്ക്, 24 ത്രൈസ് ആണോ? അല്ല, ഇവിടെയും അല്ല. ഇവിടെ നോക്കിയേ, ഇത് ഓപ്ഷൻ ഡി ആണ്. ഇനി 24 8 ആണോ? അല്ല, തിരിച്ചാ. ഇവിടെ പറഞ്ഞ ഇത് തിരിഞ്ഞു വന്നു, അല്ലെ. ഇവിടെ ഇങ്ങോട്ട് ത്രൈസ് ആയി, ഇങ്ങോട്ട് W ആയി എന്നുള്ള രീതിയിൽ, അല്ലെ. അപ്പൊ ഇത് കറക്റ്റ് ആണോ? അല്ല, ഓപ്ഷൻ എ ആണ് ആൻസർ. അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ സി നിന്നും എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ ആൻഡ് എ ബോയ് കംപ്ലീറ്റഡ് എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days and were paid ₹10,000. The man was 50% more efficient than the boy. What is the difference in the daily wages of man and the boy? നോക്കിയേ, ഇവിടെ മാനും വേറൊരാളും ഉണ്ടല്ലേ, ഒരു ബോയും. എഫിഷ്യൻസി എങ്ങനെയാ പറയുന്നേ? ദ മാൻ വാസ് 50% മോർ എഫിഷ്യന്റ് ദാൻ ദ ബോയ് എന്നാ പറഞ്ഞേക്കുന്നത്, അല്ലെ. അതായത് ബോയിയുടെ എഫിഷ്യൻസി 1 ആണെങ്കിൽ മാനിന്റെ, അല്ലെങ്കിൽ 100 പറയുവാണെങ്കിൽ 100 ആണെങ്കിൽ മാനിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 150 ആയിരിക്കും, അല്ലെ. 50% മോർ, 100ന്റെ 50% 50, അതും കൂടെ കൂട്ടി അപ്പൊ 150, അല്ലെ. സോ നമുക്ക് റേഷ്യോ എന്ത് പറയാം? ഇതിനെ കട്ട് ചെയ്താല് 5 വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ മാന്റെയും ബോയിയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ത് വരും? 3:2 എന്ന് വരും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താ പറയുന്നത്? എ മാൻ ആൻഡ് എ ബോയ് ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days. മാനിനും ബോയ്ക്കും കൂടെ 10 ദിവസം വേണം ചെയ്യാനെന്ന്, അല്ലെ. ആൻഡ് വെയർ പേ 10,000 rupees കൊടുക്കുന്നുണ്ട്. അതായത് മാന്റെ എഫിഷ്യൻസി 3, ബോയിയുടെ എഫിഷ്യൻസി 2. അങ്ങനെയാണെങ്കിൽ മാനിന്റെയും ബോയിയുടെയും എഫിഷ്യൻസി എന്തായിരിക്കും? 3 + 2 5, അല്ലെ. അപ്പം 5 എഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് 10 days ജോലി ചെയ്യാൻ എത്ര കിട്ടി? 10,000 rupees ആണ് അവര് കൊടുത്തേക്കുന്നത്, അല്ലെ. 5 എഫിഷ്യൻസി ഉള്ള ഒരാള് 10 days ജോലി ചെയ്തപ്പം 10,000 rupees കൊടുത്തു. ഇനിയും നമുക്ക് വേണ്ടതാ എന്താണ്? ഒരു ദിവസം എത്ര കിട്ടും എന്ന് നോക്കണ്ട, അല്ലെ. അതായത് 5 എഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് ഇപ്പൊ ഒരു ദിവസം ഇവർക്ക് രണ്ടു കൂടെ എത്ര കിട്ടിക്കാണും? 1000 രൂപ. ക്ലിയർ അല്ലേ? 5 എഫിഷ്യൻസി ഉള്ള ഒരാളെന്ന് തന്നെ വിചാരിച്ചു. ANB 5 എഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ 3 എഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് ഒരു ദിവസം എത്ര രൂപയായിരിക്കും കിട്ടുന്നത്? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ, അല്ലെ. എഫിഷ്യൻസിക്ക് അനുസരിച്ചല്ലേ പൈസ കൊടുക്കുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് കഴിവിനനുസരിച്ചാണ് അവർ കാശ് കൊടുക്കുന്നത്. കഴിവ് കൂടുന്നതിനനുസരിച്ച് കാശ് കൂടും, കഴിവ് കുറയുന്നതിനനുസരിച്ച് കാശ് കുറയും, അല്ലെ. അപ്പോൾ 5 എഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ 1 എഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് എത്ര കിട്ടുമായിരിക്കും? 1000/5, അല്ലെ. 200 രൂപ കിട്ടും. ക്ലിയർ ആണോ? 5 എഫിഷ്യൻസി ഉള്ള എ ആൻഡ് ബിക്ക് 10 ദിവസം കൊണ്ട് 10,000 രൂപയാണ് കിട്ടിയത്, അല്ലെ. അങ്ങനെയാണെങ്കിൽ 5 എഫിഷ്യൻസി ഉള്ളവരൊക്കെ ഒരു ദിവസം എത്ര രൂപ കിട്ടും? 1000 രൂപ കിട്ടും. എന്ന് പറയുമ്പോൾ ഒരു എഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് എത്ര? 200 രൂപ കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം, മാനിന് 3 എഫിഷ്യൻസി അല്ലേ, ഒരു എഫിഷ്യൻസിക്ക് 200 രൂപ കിട്ടുമെങ്കിൽ 3 എഫിഷ്യൻസിക്ക് എത്ര രൂപ കിട്ടുമായിരിക്കും? എയുടെ 3 എഫിഷ്യൻസി ഉള്ള എക്ക് എത്ര രൂപ കിട്ടും? 3 × 200 600 rupees കിട്ടും. ഇനിയും 2 എഫിഷ്യൻസി ഉള്ള ബോയ്ക്ക് 2 എഫിഷ്യൻസി ഉള്ള ബോയ്ക്ക് എത്ര കിട്ടും? 400 കിട്ടും, അല്ലെ. നമ്മളോട് ചോദിക്കുന്ന അവരുടെ ഡിഫറൻസ് അല്ലേ. 600 - 400 ചെയ്താല് ആൻസർ ഓപ്ഷൻ ഡി 200. മനസ്സിലായോ? അപ്പൊ അവര് തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കേണ്ടത്. ഇപ്പൊ എഫിഷ്യൻസി, വേജസ്, അവര് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാ നോക്കുക. എഫിഷ്യൻസി കഴിവ് കൂടുന്നതിനനുസരിച്ച് വേജ് കൂടുന്നു.
ക്ലിയർ ആണോ? അപ്പം ഇവിടെ നമ്മൾ ആദ്യം അവരുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു, അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. 100 ആണെങ്കിൽ നമ്മൾ 150 എന്ന് അസ്യൂം ചെയ്തു, 3:2 കിട്ടി. രണ്ടുപേരും കൂടെ ചേർന്ന് 5 എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ 5 എഫിഷ്യൻസി ഉള്ള എയും ബിക്കും 10 ദിവസം 10,000 രൂപ കിട്ടിയെങ്കിൽ 5 എഫിഷ്യൻസി ഉള്ളവർക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടും ആണേ. അങ്ങനെയാണെങ്കിൽ ഒരു എഫിഷ്യൻസി ഉള്ളവർക്കാണെങ്കിൽ എത്ര? 200 രൂപയാണ് കൊടുക്കുന്നത്. അപ്പൊ 3 എഫിഷ്യൻസി ഉള്ള മാനിന് 600 റുപ്പീസും കിട്ടി, 2 എഫിഷ്യൻസി ഉള്ള ബോയ്ക്ക് 400 റുപ്പീസും കിട്ടി. അവരുടെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ PYക്ക് ചോദിച്ചതാണ്. അപ്പൊ എന്താ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ എഫിഷ്യൻസിയുടെ കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? അപ്പൊ നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഡിസംബറിലേക്കുള്ള JRF എക്സാമിന് വേണ്ടിയിട്ടും നെറ്റ് എക്സാമിന് വേണ്ടിയിട്ടും നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങുക. നമ്മൾ ഓരോ ടോപ്പിക്കുകളും നന്നായി പഠിച്ച് അതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഏതൊരു എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് അറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എത്രത്തോളം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നോ അതാണ് നിങ്ങളെ ഒരു എക്സാമിന് ഒരു വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് അല്ലെ. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ അതിന്റെ പഠനം ആരംഭിക്കണം. അപ്പൊ നമ്മുടെ ടീമിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ JRFന് വേണ്ടിയിട്ട് നമ്മുടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജനറൽ പേപ്പറും അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, കൊമേഴ്സ്, മാനേജ്മെന്റ്, എക്കണോമിക്സ് എല്ലാം നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.